കേരളത്തിൽ നമ്മൾ സാധാരണ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളുണ്ട്. BJP ഉണ്ട്, LDF ഉണ്ട്, UDF ഉണ്ട്. ഇവർ തമ്മിലുള്ള പലതരം കടിപിടികളും അടികൂടലും തലകുത്തിമറിയലും പേശലുകളും ഒക്കെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇതിൽ രാഷ്ട്രീയമില്ല. കാരണം ഇതൊരു ട്രേഡ് യൂണിയൻ സമരമാണ്. ട്രേഡ് യൂണിയൻ സമരം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കക്ഷികളും, കേരളത്തിലെ മിക്ക രാഷ്ട്രീയ കക്ഷികളിലും വിശ്വാസമുള്ളവരും അതിന് വോട്ട് ചെയ്യുന്നവരുമായിട്ടുള്ള ആൾക്കാർ ഈ സമരത്തിലുണ്ട്. അപ്പോൾ അവർ തമ്മിൽ പക്ഷേ ആ വ്യത്യാസം തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യണം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ പഠിപ്പിക്കുന്ന ഈ സമരം പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം അതാണ്. അതായത് കേരളത്തിലെ ഈ നമ്മൾ ഒന്നെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ BJP ആയാൽ മാത്രമേ മനുഷ്യർക്ക് എന്താ പറയുക പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ പൊതുകാര്യത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള തോന്നലുകളുടെ ശരിക്കും അതിൻ്റെ അടിത്തറ ഇളക്കി കളയുന്ന ഒരു സമരമാണ്. ഇപ്പം മനില സമര സ്ഥലത്ത് പോയല്ലോ, അപ്പം അത്ഭുതം തോന്നും. ഈ ഇത്രയും നമ്മളോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനുള്ള ദേഷ്യം വളർത്തുന്ന ഒരു സാമൂഹ്യ മാധ്യമ സംസ്കാരം കേരളത്തിലുണ്ട്. അതായത് പിച്ച് ചീന്തുക എന്നുള്ളത് കവിഞ്ഞ് വേറെ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ട് ആ സമരസ്ഥലത്ത് ഈ 3 രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആൾക്കാരും അവരുടെ ജീവിതഗതി ഒന്ന് തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കൂടിയിരിക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാഠമാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ 2-3 തരം രാഷ്ട്രീയങ്ങൾ ഇതിൽ സംഗമിക്കുന്നുണ്ട്. ഒന്ന് തൊഴിലാളി രാഷ്ട്രീയമാണ്. അതായത് അനൗപചാരിക മേഖല തൊഴിലാളി എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണ കാലത്ത് വർദ്ധിച്ചു വന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ അവർ ശരിക്കും ഒരു 80കളൊക്കെ മുതൽ, അതായത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളും കൃഷിയും നശിച്ചു തുടങ്ങിയ കാലത്ത് തൊഴിലുകളേറെ നഷ്ടപ്പെട്ടത് സ്ത്രീകൾക്കാണ്. അപ്പോൾ ആ സ്ത്രീകൾ പിന്നെ എന്താ ചെയ്യുക? അവർ ഈ അനൗപചാരിക മേഖലയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അധികവും വീട്ടുജോലി തുടങ്ങിയ പണികളാണ്, അത് അനൗപചാരികമാണ്. അപ്പോൾ അതിന് യൂണിയൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. അന്ന് യൂണിയൻ പ്രൊട്ടക്ഷൻ ഇല്ല. ഈ പേശലൊക്കെ ഒറ്റയ്ക്ക് വേണം. അപ്പോൾ വളരെ എന്താ പറയുക, കൂലിയാണെങ്കിലും വേണ്ടത്ര കൂലിയൊന്നും കിട്ടില്ല, യാതൊരു വ്യവസ്ഥകളും ഇല്ല. അപ്പോൾ എത്ര ജോലി, എത്ര സമയം, ഇതൊന്നും വ്യവസ്ഥയില്ല. പിന്നെ തൊഴിൽ കൊടുക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ളപ്പം നിയമിക്കാനും ഇഷ്ടമുള്ളപ്പോൾ പറഞ്ഞു വിടാനും ഒക്കെയുള്ള മുഴുവൻ അധികാരവും അവരുടെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു, മാത്രമല്ല സമൂഹത്തിൽ പലപ്പോഴും ഇകഴ്ത്തപ്പെടുന്ന തൊഴിലുകളാണ്, സാമൂഹ്യമായ മാന്യത കൽപ്പിക്കപ്പെടാത്ത തൊഴിലുകളാണ്. അപ്പം ഇങ്ങനെയുള്ള തൊഴിലുകളിലേക്ക് സ്ത്രീകൾ കൂടുതൽ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ആ സ്ത്രീകൾ ഇത് 80കൾ മുതൽ അനുഭവിക്കുന്നതാണ്. അപ്പം അംഗനവാടി തൊഴിലാളികൾ പോലും 80കളിൽ വന്നതാണ്. അവർ പക്ഷേ അന്ന് സുശീല ഗോപാലിനെ പോലെയൊക്കെയുള്ള ചില നേതാക്കന്മാർ ഇടതുപക്ഷത്തുള്ളതുകൊണ്ടും AKGയുടെ ഒരു തൊഴിലാളി പക്ഷ രാഷ്ട്രീയത്തെ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമായി പരിഭാഷപ്പെടുത്തിയിട്ടാണ് പിന്നെ സുശീല ഗോപാലിനൊക്കെ ഈ അസംഘടിത മേഖലാ ആയിരുന്ന ഈ അംഗൻവാടി പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിക്കുകയും ഡെവലപ്മെൻറ്റ് വർക്കേഴ്സ് അല്ലാതെ ഈ വോളണ്ടിയേഴ്സ്, സേവ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ശരിക്കും നവലിബറൽ സോഷ്യൽ പോളിസി നമ്മുടെ കണ്ണിലിടുന്ന പൊടി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ പരിപൂർണ അർത്ഥത്തിൽ തൊഴിലാളികളാണ് എന്ന് സ്ഥാപിക്കാനും അന്ന് മുതൽ ശരിക്കും അതിനൊരു തുടക്കം ഇട്ട് വെച്ചത് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും കൂടിയാണെന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഇവർ അവരുടെ സ്വന്തം നേതാക്കളെയും സ്വന്തം ചരിത്രത്തെയാണ് ഹനിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ 90കളൊക്കെ ആകുമ്പോഴേക്കും ഈ നമ്മുടെ ഡെവലപ്മെൻറ്റ് സെക്ടറിൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു കൂട്ടർ ഉണ്ടല്ലോ, അവരിങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അംഗൻവാടി തൊഴിലാളികൾക്ക് കുറച്ച് സ്ഥിതിയും അവരെ കുറച്ചൊന്ന് ഫോർമലൈസ്ഡ് ആയിട്ടൊക്കെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനടിയിലൊരു പുതിയ ലെവൽ, ഈ പറഞ്ഞ പോലെ കണ്ടമാനം പണിയെടുക്കേണ്ടവരായിട്ടുള്ള ഒരു പുതിയ സേനയെ നിയമിക്കുക. അങ്ങനെയാണ് ഈ ആശാ വർക്കർമാർ 2005 മുതൽ ശേഷം 2007 കേരളത്തിൽ എല്ലായിടത്തും വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു തൊഴിലാളി രാഷ്ട്രീയമുണ്ട്. അതായത് തൊഴിലാളികൾ 100% തൊഴിലാളികളാണ്. പക്ഷേ തൊഴിലാളികളായി ഭരണകൂടവും അംഗീകരിക്കില്ല, പൊതുസമൂഹവും അംഗീകരിക്കില്ല, സത്യം പറഞ്ഞാൽ CITU അംഗീകരിക്കില്ല. അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇവർ പൂർണ്ണ തൊഴിലാളികളാണ്. ഇവരെ തൊഴിലാളി
പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അക്ഷീണം പ്രവർത്തിച്ചത് സുശീല ഗോപാലിനെ പോലെയുള്ള ആൾക്കാരാണ്. എങ്കിലും ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ 80 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ഈ അനൗപചാരിക മേഖലയിലേക്ക് വരുന്നു. ഡെവലപ്മെൻറ്റ് സെക്ടറിലാണെങ്കിൽ ICDS തുടങ്ങുന്ന സമയം മുതൽ ഇവരുടെ നമ്പർ ഒരുപാട് കൂടി വരുന്നു. ഇത് രണ്ടും നമുക്കറിയാം, ഇത് CITU അറിയാം. 2005 മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രൊപ്പോസല് നമ്മൾ കേന്ദ്രത്തിൽ വരുമ്പോൾ ഇവിടുത്തെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല? CITO INTUCO ആരെങ്കിലും ഇത് ശരിയല്ല, ഇതൊക്കെ തൊഴിലാളി അറിയാമല്ലോ, അവർക്ക് ഓൾറെഡി അറിയാം. കാരണം ICDS മുതൽ ഉള്ള പരിപാടിയാണല്ലോ ഇത്. അപ്പം ഇത് ICDS അതെ, ICDSന് പോലെ ഇതാ വരുന്ന ഒരു പുതിയ സെറ്റ് തൊഴിലാളികളായി അംഗീകരിക്കപ്പെടാത്ത ഒരു പുതിയ സെറ്റ് തൊഴിലാളികൾ നിർമ്മിക്കപ്പെടുന്നു എന്നൊരു മുറവിളി കൂട്ടിയിട്ടുണ്ടോ ഇന്ത്യയിലെ മുഖ്യധാര തൊഴിലാളി പ്രസ്ഥാനം? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറ്റുന്നതല്ല, ഇത് സ്ത്രീകളാണ്, ഇവർക്ക് അത്രയും കൊടുത്താൽ മതി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ആ രാഷ്ട്രീയത്തെയാണ് ഈ സമരം പുറത്തു കൊണ്ടുവരുന്നത്. അത് ഇപ്പം ചോദിക്കും, CITU മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയം കൊണ്ടുവരുന്നുണ്ട്, ഇവിടെ മാത്രമേ അവരത് കൊണ്ടുവരാതെ ഉള്ളൂ. അത് എന്തുകൊണ്ടെന്നാൽ അവർ സ്വയം ആ ചോദ്യം അവരാണ് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. പിന്നെ വേറൊരു രാഷ്ട്രീയം ഇതിലുള്ളത് ഈ സ്ത്രീകളുടെ അധ്വാനം സംബന്ധിച്ചുള്ള രാഷ്ട്രീയമാണ്. അപ്പോൾ സ്ത്രീകൾ ചെയ്യുന്ന അധ്വാനം നമ്മുടെ മൊത്തം സാമൂഹ്യ ജീവിതത്തിൻ്റെ നിരന്തരമായ ആ തുടർച്ചയെ നമ്മുടെ സാമ്പത്തിക രംഗത്തിൻ്റെ അടിസ്ഥാന ബലങ്ങളെ ഒക്കെ ഉറപ്പിച്ചു നിർത്തുന്നതാണെന്ന ബോധം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് എഴുത്തിലൂടെയും കേരളത്തിലെ സ്ത്രീകളും അധ്വാനവും സ്ത്രീകളും മുതലാളിത്തവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് CPM ബുദ്ധിജീവിനികളാണ്. അപ്പോൾ മാർക്സും സ്ത്രീകളും മാർക്സിസവും സ്ത്രീകളും ഇങ്ങനെയുള്ള ടൈറ്റിൽസ് എഴുതിയിട്ടുള്ളത് ആരാന്ന് നോക്കും, ഒക്കെ ഇവിടുത്തെ CPM ബുദ്ധിജീവിനികളാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് അവിടെ. ഈ സ്ത്രീകളുടെ അധ്വാനം മാനിക്കപ്പെടാതെ, അധ്വാനമായി തിരിച്ചറിയപ്പെടാതെ അത് ഇൻഫോർമൽ സെക്ടറിലേക്ക് തള്ളപ്പെടുകയും അതിന് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ജെൻഡർ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മളെല്ലാവരും. അത് പക്ഷെ എന്തോ പ്രയോഗത്തിൽ വന്ന് നമ്മുടെ നേരെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ അയ്യോ ഇതെന്തുവാണ്, ഇത് രാഷ്ട്രീയമാണോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അത് രാഷ്ട്രീയമാണ്, അത് രണ്ടാമത്തെ തരം രാഷ്ട്രീയമാണ്. മൂന്നാമത്തത് ജാതിയുടെ രാഷ്ട്രീയമാണ്. അതായത് കേരളത്തിൽ ഏറ്റവും ഈ ഇത്രയും ഈ അമിതമായ അധ്വാനവും തുച്ഛമായ വരുമാനവും സാമൂഹികമായി ഈ പറഞ്ഞ പോലെ അധികാര സംവിധാനത്തിൻ്റെ മുഴുവൻ ഭാരവും ചുമലിൽ ഏൽക്കേണ്ടി വരുന്നവരുമായ തൊഴിലാളികളാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഇടയിൽ ശരിക്കും നമ്മൾ പോപ്പുലേഷനിൽ കേരളത്തിലെ ജനസംഖ്യയിൽ കാണുന്ന ദലിത് OBC വിഭാഗങ്ങളുടെ വെയിറ്റിലധികം ഈ പോപ്പുലേഷനിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചെറിയ ഇപ്പം CPMൻ്റെ ചില ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവർ 500 പേരേ ഉള്ളൂ. അതാണെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ ചെയ്ത ഒരു ചെറിയ ഒരു ഹ്രസ്വ ഗവേഷണമുണ്ട്, അത് മതിയെന്ന് വയ്ക്കാം. സത്യത്തിൽ അത് പോരാന്നുള്ളതാണ് സത്യം. കാരണം ഈ പറയുന്നതിനേക്കാൾ എത്രയോ അധികം ആൾക്കാർ സമരത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ഈ പരാതി പറയുന്ന ആൾക്കാർ 500 പേരെ ഉള്ളെങ്കിൽ അതിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത 50 പേരുടെ വിവരങ്ങൾ മതി നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ. അങ്ങനെയാണെങ്കിൽ ഈ 50 പേരിൽ ഞാൻ ഒരു 50 പേരെ ബേസ് ചെയ്തിട്ടൊരു ചെറിയ പഠനം നടത്തിയിട്ടുണ്ട്. ആ 50 പേരിൽ 10 പേര് ദലിത് സ്ത്രീകളാണ്. 16 അത് പിന്നെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ 14 പേരേ ഉള്ളൂ ജനറൽ കാറ്റഗറി. അപ്പോൾ 36 പേര് ദലിത് ബഹുജൻ സ്ത്രീകളാണ്. അപ്പോൾ എന്താ അത് കാണിക്കുന്നത്? അത് അവിടെ ജാതിയുടെ രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഇത്തരം ജോലികൾ, അതായത് വരുമാനമില്ലാത്ത ഭാരം കൂടിയ സർക്കാർ പോലും കാര്യമായിട്ട് വില വയ്ക്കാത്ത ജോലികൾ ചെയ്യേണ്ടി വരുന്നത്, അത് സമൂഹത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ജോലികളാണ്. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം ഇവിടെ വൻതോതിൽ ഈ എപ്പിഡമിക്സ് പടർന്നു പിടിച്ചേനെ. വെള്ളപ്പൊക്കത്തിന് ശേഷം സാധാരണ അങ്ങനത്തെ പിന്നെ പകർച്ചവ്യാധികൾ വളരെ സാധാരണയാണ്. അതൊന്നും കേരളത്തിലുണ്ടായില്ല. പിന്നെ ഈ
മഹാമാരിക്കാലത്ത് ഇവരുടെ സേവനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ വളരെ ക്രൂഷ്യലായ അധ്വാനം, എന്നാൽ വിലകെട്ടതും സർക്കാരിൻ്റെ പുച്ഛവും സർക്കാർ അധികാരികളുടെ മുഴുവൻ എന്താ പറയുക ഊക്കും ഏൽക്കേണ്ടി വരുന്ന തരം ജോലികളിൽ ഏർപ്പെടുന്നവരുടെ കണക്കെടുക്കുമ്പോൾ പോപ്പുലേഷനിലുള്ളതിനേക്കാൾ വലിയ പ്രാതിനിധ്യം അതിൻ്റെ അകത്ത് അവർക്കുണ്ടെന്നുള്ളത് ജാതിയുടെ രാഷ്ട്രീയത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ 3 തരം രാഷ്ട്രീയം ഇതിലുണ്ട്. ഇല്ലാത്ത രാഷ്ട്രീയം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ഈ അടിപിടി രാഷ്ട്രീയമുണ്ടല്ലോ, കുറേ എന്താ പറയുക, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും പഴയ കാല മാടമ്പിമാരെ പോലെ ഇങ്ങനെ വിരിഞ്ഞു നിന്ന് ജനാധിപത്യം എന്താണെന്ന് പോലും മറന്നുപോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുന്ന ആ രാഷ്ട്രീയം ഇവിടെ ഇല്ല കേട്ടോ. അത് സോറി, എന്ത് ചെയ്യാൻ പറ്റും, അത്രത്തോളം ആ രാഷ്ട്രീയമാണ് ഈ സമരം. ഇപ്പോൾ ഒരു ഗവേഷണം നടത്തിയല്ലോ, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ്, പിന്നെ അതിൻ്റെ ഒരു മെത്തഡോളജി എന്തായിരുന്നു ഇപ്പൊ ഇത്രയും ദിവസമായല്ലോ? ഒന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് എങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം ഞാനും എൻ്റെ സഹ ഗവേഷകയായ അനാമിക അജയ് എന്ന സ്കോളറും കൂടി കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിലെ ഈ അനൗപചാരിക മേഖല തൊഴിലാളി സ്ത്രീകളെക്കുറിച്ച് പഠനം നടത്തുകയാണ്. അപ്പോൾ ആ പഠനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടുജോലിക്കാർ, ഈ ഗാർഹിക തൊഴിലാളികൾ, മത്സ്യ വിൽപ്പനയിൽ ചിലരൊക്കെ നമ്മൾ ഈ സ്വയം തൊഴിലാണെന്ന് തോന്നിയാൽ യഥാർത്ഥത്തിൽ അത് ഡിസ്ഗൈസ്ഡ് ലേബറാണ്. അപ്പോൾ ഈ മത്സ്യ വിപണന രംഗത്ത് ചെയ്യുന്ന സ്ത്രീകൾ, പിന്നെ കടകളിൽ എടുത്ത് കൊടുക്കാനൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ, റീറ്റെയിൽ സെക്ടർ തൊഴിലാളികൾ, ഇങ്ങനെ 4 വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ പറ്റിയാണ് ഞങ്ങൾ പഠിച്ചത്. ആ പഠനം സത്യത്തിൽ ഈ പാൻഡമിക്കിന്റെ സമയത്ത് എങ്ങനെയാണ് ഇവർ ഈ മഹാമാരിക്കാലത്തെ അതിജീവിച്ചത് എന്നുള്ളതിനെ പറ്റിയായിരുന്നു ആ പഠനം. അത്രയും ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലോട്ട് ഉളിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, സത്യം പറഞ്ഞാൽ പറയാൻ ഏറെയുണ്ട്, ഒരുപാടുണ്ട്. അതായത് ഈ പുതിയ നൂറ്റാണ്ടിൽ കേരളത്തിലെ ഭരണകൂടം സ്ത്രീകളും തമ്മിൽ ഉണ്ടാക്കിയൊരു പ്രത്യേകതരം സോഷ്യൽ കോൺട്രാക്റ്റ് ഉണ്ട്. അതായത് സ്ത്രീകൾക്ക് ഈ ശാക്തീകരണം എന്നുള്ള ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ ചില വിഭവങ്ങൾ സർക്കാർ കൊടുക്കും, ചില അവസരങ്ങൾ സർക്കാർ കൊടുക്കും. അതൊക്കെ ഉപയോഗിച്ച് സങ്കുചിതമായ കുടുംബ സമുദായ വൈവാഹിക വൃത്തങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാൻ കുറേ കൂടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനും അങ്ങനെയുള്ള പൊതുജീവിതത്തിനുള്ള സാധ്യത സർക്കാർ കൊടുക്കും. അതിന് പകരം സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള അധ്വാനം. അതിന് ഈ കുടുംബ സംവിധാനമായിട്ട് ബന്ധമുണ്ട്, അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതിപ്പം അതായത് ഇപ്പം സ്ത്രീ തൊഴിലുകൾ, അതായത് ഈ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ജനക്ഷേമ സംബന്ധമായ അധ്വാനം ഏറ്റെടുക്കണം. ഇതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ ഇതാണ് ആ സോഷ്യൽ അതിങ്ങനെ സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് ഒരു വശത്തൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും താഴെത്തട്ടിൽ നോക്കുമ്പോൾ നമ്മൾ അത്ര വലിയ അനുകൂലമൊന്നുമല്ല, ഇങ്ങോട്ട് കിട്ടുന്നതിന് ഒരുപക്ഷെ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. അതൊന്ന്. അതുമാത്രമല്ല, ഈ സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ഉള്ളിൽ പെടാത്തവരായ ഒരുപാട് സ്ത്രീകൾ കേരളത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾ കണ്ടു. എന്ന് മാത്രമല്ല, ഈ സോഷ്യൽ കോൺട്രാക്റ്റിനുള്ളിൽ പെട്ടാൽ പോലും സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം ഈ അഗതികളുടെ രീതിയിൽ ജീവിക്കുന്നവരായ കുറേ സ്ത്രീകളുണ്ടെന്ന് ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതേണ്ടത് അത്യാവശ്യമായി ഞങ്ങൾക്ക്. അതാണ് ഞങ്ങൾ എൻ്റെ ഈ പുതിയ പുസ്തകത്തിലും അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. ആ പുസ്തകത്തിൻ്റെ ചില ചാപ്റ്റേഴ്സൊക്കെ അതിൻ്റെ മലയാള വകഭേദം ആ സത്യവാദിനി സ്വാതന്ത്ര്യവാദിനി എന്നുള്ള പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധാരണയുണ്ട് കേരളത്തിലെ അനൗപചാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ജീവിതം എന്താണ്, അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ബ്രോഡറായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ ധൈര്യത്തിലാണ് ഇതിന് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന വലിയ വലിയ കള്ളത്തരങ്ങളും ഇതിനൊക്കെ ഉത്തരം കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഏതോ മണ്ടം പറഞ്ഞു 500 പേരെ ഉള്ളത് പിടിച്ചു. 500 പേരാണെങ്കിൽ 50 പേരുടെ ഒരു സാമ്പിൾ എടുക്കാൻ എനിക്ക് പ്രയാസമില്ല. കാരണം അവിടെ ചെന്ന് നോക്കി 4 ജില്ലയിൽ നിന്ന് വന്ന സ്ത്രീകൾ അവിടെ ഉണ്ട്. 4 ജില്ലക്കാരായിട്ടുള്ള സ്ത്രീകൾ, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം. എറണാകുളം ഉണ്ടായിരുന്നു, പക്ഷെ അവരപ്പോഴേക്കും പോയി, ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും. അപ്പോൾ ഈ 4 ജില്ലക്കാരായിട്ടുള്ള സ്ത്രീകൾ അവിടെ ഉണ്ട്. അവരിൽ നിന്ന് റാൻഡമായിട്ടൊരു സാമ്പിൾ എടുക്കുകയും കുത്തിയിരുന്ന ഹ്രസ്വ ഗവേഷണമാണ്. ശരിക്കും മര്യാദയ്ക്ക് ഗവേഷണം ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവണം. അങ്ങനെയില്ല. ഇതങ്ങനെയൊന്നുമല്ല. ഒരു 8 ചോദ്യങ്ങൾ എഴുതി ഉണ്ടാക്കി. അത്യാവശ്യം വേണം. ഒന്ന് പ്രായം,
പിന്നെ വീടുണ്ടോ എന്നുള്ള ചോദ്യം, പിന്നെ അവർ ഏത് വിഭാഗത്തിൽ നിന്ന്, സാമൂഹ്യ വിഭാഗത്തിൽ നിന്ന് വരുന്നു, വിവാഹ സംബന്ധമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, പിന്നെ ഇവരുടെ കടം സംബന്ധിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ വളരെ ഞാൻ ഈ പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് ചെയ്ത ആ ഗവേഷണത്തെ അഫേം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ശരിക്കും ഈ അനൗപചാരിക മേഖലയിൽ അകപ്പെട്ടു പോയ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ തരം വെല്ലുവിളികളും ഈ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ അത് ഈ 50 പേരാണുള്ളത്. ആ 50 പേരിൽ ശരിക്കും പ്രായം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 60-ന് മുകളിൽ 2 പേരേ ഉള്ളൂ. അപ്പം സത്യം പറഞ്ഞ് ഇപ്പോൾ 60-ന് മേലിൽ 2 പേരെന്ന് പറഞ്ഞാൽ അത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം 2007 നമ്മൾ തുടങ്ങുമ്പോൾ ഏകദേശം 30-35 വയസ്സ് പ്രായമുള്ള സ്ത്രീകളെയാണ് ഇവർ നിയമിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോഴത്തെ പരമാവധി ഈ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 40-നും 60-നും ഇടയ്ക്കുള്ള സ്ത്രീകളാണ് കൂടുതലുള്ളത്. ഇൻഫാക്ട് ബഹുഭൂരിപക്ഷം അവരാണ്. അപ്പോൾ ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന്റെ വിഷയം ഭാവിയിൽ കിടക്കുന്നതാണ്. ഈ 2 പേരേ ഉള്ളൂ ഇപ്പം. വേണമെങ്കിൽ ഇപ്പൊ കൊടുക്കാം. സർക്കാർ പ്രതിവാശി ഉപേക്ഷിക്കുകയാണെങ്കിൽ വലിയ ബാധ്യത ഒന്നും കൂടാതെ അത്യാവശ്യം ഈ PR കോൺട്രാക്ട് ഒക്കെ 1-2 ക്യാൻസൽ ചെയ്യേണ്ടി വരുമായിരിക്കും. എനിക്കറിഞ്ഞൂടാ, കാരണം ചുമ്മാ കൊടുക്കുമല്ലേ. ആ PR ഇത് കൂടെ ഒരു വലിയ PR എന്തോ ഉള്ളത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള പിന്നെ 60 വയസ്സിന് മുകളിൽ 62 എത്തിയ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് 5 ലക്ഷം രൂപ ഈസി ആയിട്ട് വേണമെങ്കിൽ സർക്കാരിന് കൊടുക്കാൻ പറ്റുന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ഒന്ന്. പിന്നെ രണ്ടാമത് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും എന്തൊരു കേരളത്തിലെ ദയനീയാവസ്ഥകൾ നമ്മൾ കാണുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോൾ 50 പേരിൽ 35 പേര് ഭർത്താവുണ്ട്. ബാക്കി 15 പേര് ശരിക്കും എന്താ പറയുക ബുദ്ധിമുട്ടി, അതായത് ഒന്നെങ്കിൽ വിധവയാണ്, അതല്ലെങ്കിൽ ഡെസേർട്ടഡ് ആണ്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡോ സെപ്പറേറ്റഡോ ആണ്. അതായത് കുടുംബം ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന അമ്മമാരാണ്. സാമ്പിളിൽ 30% അവരാണ്. ഇപ്പോൾ കേരളത്തിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തം കുടുംബങ്ങളിൽ 25%, 26% ആണെന്നാണ് വെപ്പ്. ഇവിടെ 30% ഇതിൽ. പിന്നെ ബാക്കി 35 പേരിൽ 22 പേരുടെ ഭർത്താക്കന്മാർക്ക് പലവിധ കാര്യമായ രോഗങ്ങൾ ബാധിച്ച് കിടക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഇവരൊക്കെ ഇപ്പോൾ കേരളത്തിൽ ആ തലമുറയിൽ ഒരു 6-7 വയസ്സെങ്കിലും മിനിമം ഭർത്താവുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. 10, 11, 15 വയസ്സ് വരെ പ്രായ വ്യത്യാസമുള്ള സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ലേറ്റ് 50s, 60s, 50s, 60s ആയിരിക്കും. ഇവരൊക്കെ ഇപ്പോൾ ചില ഗൾഫിലൊക്കെ പോയിട്ട് തീരെ വയ്യാതെ തിരിച്ചു വന്ന് ഈ അവിടുത്തെ ജോലി ഭാരം കൊണ്ട്, പിന്നെ ചിലർ തെങ്ങിന്ന് വീണിട്ടുണ്ട്, ചിലർ ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട്, ചിലർ കിഡ്നി നഷ്ടപ്പെട്ടിട്ട് ഡയാലിസിസ്, അങ്ങനെ ഹാർട്ട് ഡിസീസായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്. 22 പേരാണ്. ഹസ്ബൻഡ് ഉണ്ട്, പക്ഷേ 10 പൈസ പോലും കൊടുക്കാനായി അവർക്ക് നിവർത്തിയില്ല. എന്ന് മാത്രമല്ല അവരെ ചികിത്സിക്കേണ്ട ഭാരവും അവർക്കാണ്. ഞാൻ പേരൻസിൻ്റെ കാര്യം ചോദിച്ചില്ല. ഇതിൽ ഒരുപാട് പേര് അച്ഛനമ്മമാരെ ഇതുപോലെ തീരെ വയ്യാത്ത അച്ഛനമ്മമാരെ നോക്കുന്നവരുണ്ട്. അത് നമ്മുടെ ജനസംഖ്യാ പരിണാമത്തിൻ്റെ ഒരു പ്രതീക്ഷിത ഫലമാണ്. അത് ധനികരെ ബാധിക്കുന്ന പോലെ തന്നെ പാവപ്പെട്ടവരെയും ബാധിക്കുന്നത് നമ്മൾ ഓർക്കണം. അത് ഞാൻ എടുത്തില്ല, പക്ഷേ ഞാൻ വെച്ചാൽ ഈ പറഞ്ഞ പോലെയാണ്, സമയം പരിമിതമായിരുന്നു. അതുകൊണ്ട് അത് എടുത്താൽ നിങ്ങൾക്കറിയാം എത്ര വലിയ ഭാരമാണ് ഇവർ ചുമക്കുന്നത്. പിന്നെ മക്കളാണെങ്കിലും അവരുടെയൊക്കെ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പഴയ പോലെ അല്ല. കേരളത്തിലിപ്പോൾ ആർക്കും, ധനികരാകട്ടെ ദരിദ്രരാകട്ടെ ഇടത്തരക്കാരൻ, ആരെ മക്കൾ കൂലിപ്പണിക്കൊന്നും പോകാൻ തയ്യാറില്ല. അവർക്കെല്ലാം പഠിക്കണം, നല്ലപോലെ പഠിക്കണം. അപ്പം മക്കൾക്ക് എന്താ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ ചിലർ പറയുന്നു ഫാഷൻ ടെക്നോളജി പഠിക്കാനാണ് ചിലർക്ക് ആഗ്രഹം. ചിലർക്ക് എന്തോ കമ്പ്യൂട്ടർ സയൻസ് അതിൻ്റെ എന്തോ ഒരു ഉപവിഭാഗം എന്തോ പഠിക്കണം. മറ്റു ചിലർക്ക്, അതായത് എല്ലാം ഈ പറഞ്ഞ പോലെ സെൽഫ് ഫൈനാൻസിങ് പ്രൈവറ്റ് സെക്ടറിൽ അധികം കിട്ടാൻ ഇടയുള്ള തരം കാശ് കൊടുത്ത് കയറേണ്ട കോഴ്സസാണ് കുട്ടികൾക്ക് ഇഷ്ടം. പലർക്കും വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെ കൊണ്ടാവുന്ന രീതിയിൽ എന്തോ പഠിപ്പിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഈ 22 പേരല്ലാതെ ബാക്കി, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിലൊരു 13 പേരൊക്കെ ഉള്ളൂ ഹസ്ബൻഡ് ഉള്ളത്. അത് തന്നെയും ഈ പറയുന്നുണ്ട് ജോലിയില്ല. ഹസ്ബൻഡ് ഉണ്ട്, രോഗിയല്ല, പക്ഷെ ജോലിയില്ല. കിട്ടുന്ന ജോലിയൊക്കെ വളരെ ഇറാറ്റിക്കാണ്. ജോലി കിട്ടിയാൽ ആൾ പോവും, പക്ഷെ ജോലി കിട്ടണ്ടേ.
സ്ഥിര വരുമാനം ഇല്ല. ഇതാണ് സ്ഥിര വരുമാനം ഉള്ളവർ ആകെ 2-3 പേരാണ്. അപ്പൊ അതാണ് ഈ അവസ്ഥ. ഇതൊന്നും ഈ 50 പേരിൽ ഒതുങ്ങാൻ സാധ്യതയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ചെയ്ത വർക്കിന്റെ ബലത്തിലായി പറയുന്നത്. ഞങ്ങൾ മുമ്പ് ചെയ്ത വർക്കില് ഇതേ പാറ്റേൺസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ വീടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം, അതും വളരെ വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. വീടില്ലാത്തവർ എത്ര പേരാണെന്നറിയും. ഇപ്പം വീടുള്ളവർ ഇതുപോലെ 28 പേരോ മറ്റാണ് വീടുണ്ടെന്ന് പറഞ്ഞത്. ആ 28 പേരിലെ 17 പേരുടെ വീട് ജപ്തി നോട്ടീസിന് അടുത്ത് കിടക്കുകയോ ജപ്തി നോട്ടീസ് വന്നവരോ ആണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരുടെയും വീട് എല്ലാവരുടെയും വിതൗട്ട് എക്സെപ്ഷൻ പണയത്തില്ല. ബാക്കിയുള്ളവർക്ക് വീടില്ല. 50 പേരിൽ 28 പേർക്ക് വീടുണ്ട്, ബാക്കി 22 പേർക്ക് വീടില്ല. അതിൽ തന്നെ ദലിത് സ്ത്രീകൾ 10 പേരാണല്ലോ. ആ 10 പേരിൽ 7 പേർക്ക് വീടില്ല. ബാക്കിയുള്ള 3 പേരിൽ ഒരാൾക്ക് വീടുണ്ട്, മറ്റു 2 പേരുടെ വീട് പണയത്തിന്. OBC വിഭാഗക്കാരുടെ ഇതിലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കാണുന്നത്. ബഹുഭൂരിപക്ഷത്തിനും വീടില്ല. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ചെറിയൊരു മാറ്റം, ചെറുത് വളരെ ഒരു തുള്ളി വ്യത്യാസം കാണാനുണ്ട്. 4 പേർക്ക് വീടുണ്ട് അങ്ങനെ. പക്ഷെ കടമാണ് എല്ലാവരുടെയും. എല്ലാവരെയും വിഴുങ്ങാൻ ഇങ്ങനെ ഓങ്ങി നിൽക്കുന്ന സാധനം കടമാണ്. അപ്പം നിങ്ങൾ എന്തിനാണ് ഈ കടം എടുത്തതെന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റവും അതിദയനീയമായ കാര്യം. ഞാനീ പറഞ്ഞ ഈ അതിദരിദ്രരുണ്ടല്ലോ, ഇപ്പം ദലിത് വിഭാഗക്കാർ, വീടില്ലാത്തവരും കടമെടുത്തിട്ടുണ്ട്. സ്വർണം മുഴുവൻ കൊണ്ടുവന്ന് ഉണ്ടായിരുന്ന പൊട്ടുപൊടി മുഴുവൻ ബാങ്കിലാണ്. മറ്റവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഭർത്താവിൻ്റെ ഈ സുഖമില്ലാത്ത ഭർത്താവ് ഉണ്ടാവും, ഈ ഭർത്താവിനെ ട്രീറ്റ് ചെയ്യാൻ മക്കളുടെ അസുഖം അതാണ് ഏറ്റവും ഭയങ്കര. മക്കൾക്ക് ക്യാൻസർ വരിക, പിന്നെ മക്കളുടെ പ്രസവം വളരെ പ്രശ്നകരമായ പ്രസവമാവുക, അപ്പോൾ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി ചെയ്യിക്കേണ്ടി വരിക. പിന്നെ ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ സർക്കാർ ആശുപത്രിയിൽ സർക്കാർ സംവിധാനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് പോരാ. അപ്പം പ്രൈവറ്റായിട്ട് അത് കിട്ടിയേ പറ്റും. അപ്പോൾ അതിനൊക്കെയാണ് കടമെടുത്തിരിക്കുന്നത്. പിന്നെ പെൺമക്കളുടെ കല്യാണം, വീട് വയ്ക്കുക, പിന്നെ നന്നാക്കുക, ഇതിനൊക്കെയാണ് കടമെടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ മിഡിൽ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ആണ് അവരും എടുത്തിരിക്കുന്നത്. ജീവിതത്തിലെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടമെടുത്തിരിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ നമ്മുടെ അത്യാവശ്യങ്ങളില്ല, അതിനാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, എന്ത് അത്യാവശ്യം, അത് എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം? അല്ല, നമുക്കിപ്പോൾ മോന് ഫീസ് കൊടുക്കണം, അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ചെറിയൊരു ഈസാഫിൽ നിന്നൊരു ചെറിയ കടം എടുക്കും, അല്ലെങ്കിൽ കുടുംബശ്രീയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നോക്കും, അത് കിട്ടിയില്ലെങ്കിൽ ഈസാഫിൽ പോകും. മകൻ്റെ ഫീസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോന്നും. പിന്നെ മക്കളാണെങ്കിലും ഈ പറയുന്ന മക്കൾ ഹൈ മെയിൻ്റനൻസ് ആണ് നമ്മുടെ എല്ലാവരുടെയും മക്കൾ. പഴയ പോലെ അല്ല, ആർക്കും ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ അല്ലേ, അതിലൊന്നും ആരെയും നമുക്ക് എന്താ പറയുക, അതിൻ്റെ പേരിലൊക്കെ ഞാൻ ഈ 1-2 സോഷ്യൽ മീഡിയ ആരൊക്കെയോ എനിക്ക് ഫോർവേഡ് ചെയ്തു. എന്തോ ഒരു ഇൻസെൻസിറ്റീവായിട്ടുള്ള 7,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർ കേരളത്തിൽ ജീവിക്കുന്നില്ലേ? പിന്നെ ഇവരെ കണ്ടാൽ തോന്നുമോ? കണ്ടാൽ തോന്നില്ല, അത് സത്യമാണ്. കാരണം എന്താണെന്നറിയാം, അവർ പറയുന്ന പോലെ നമ്മൾ കീറി പറഞ്ഞ സാരി വീട്ടിലേക്ക് കൊടുക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് വീടുകളിൽ ചെന്ന് നമ്മളെ ആരെങ്കിലും കയറ്റുമോ? ഒരുവിധം വൃത്തിയായി വേഷം ധരിച്ചൊക്കെ പോയാലല്ലേ ഇവരുടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവർ പറയണം, അതുകൊണ്ട് അവർ പോകുന്ന പല വീടുകളിലെ ആൾക്കാർ വിചാരിച്ചതെന്ന് ഇവർക്ക് 25,000 രൂപയൊക്കെ സാലറി ഉണ്ട്. ഇപ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇവർക്കൊന്നുമില്ല. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ശരിക്കും ഈ മാനസികമായ വലിയ ഭയങ്കരമായ ആഘാതം. അതായത് ഈ കടം എന്ന് പറയുന്ന ഒരു ആഗോള പ്രതിഭാസമാണിപ്പോൾ. ഈ ദരിദ്രരായ മനുഷ്യരുടെ മേലെ ഈ മൈക്രോ ഫൈനാൻസ് വഴിയും മറ്റു മാർഗങ്ങളിലും കടം കൊടുത്ത് അവരെ ഇല്ലായ്മപ്പെടുത്തുന്ന ഇപ്പോഴത്തെ ഫൈനാൻസ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്ഥായിയായ ഭാവമാണ്. അപ്പോൾ അതിപ്പോൾ USA പിന്നെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇതിനെതിരെ വലിയ പ്രസ്ഥാനങ്ങളുണ്ടായി വന്നിട്ടുണ്ട്. ഈ സൗത്ത് അമേരിക്കൻ ഫെമിനിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലാങ്കാണത് ഈ കടവിരുദ്ധ സമരങ്ങൾ. കാരണം സ്ത്രീകളെ കൊണ്ടല്ലേ ഈ കടമെടുപ്പിക്കുന്നത് മുഴുവൻ. സ്ത്രീകളാണല്ലോ റീപേയ്മെൻറ്റിൽ കുറെ കൂടെ നല്ല സ്ത്രീകളാണെന്നുള്ള ധാരണ കൊണ്ട് കടം മുഴുവൻ സ്ത്രീകളാണ് ഈ എടുത്തു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ ശരിക്കും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് വളരുന്ന സ്ഥലങ്ങളുണ്ട് ലോകത്ത്. കേരളത്തിൽ പക്ഷെ ഒരു കാര്യം മനസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മുതലാളിത്തം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഉടനെ വരുന്ന എന്താ?
ഒന്നെങ്കിൽ ഈ നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ മുതലാളിത്തം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ക്യാപിറ്റലിസം, ഇങ്ങനെ വലിയ വിഴിഞ്ഞം പദ്ധതി, പിന്നെ ഏതാണ്ട് ഫ്ലൈ ഓവർ, ഇതൊക്കെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നത്. പക്ഷെ ഇവിടെ തൂണിലും തുരുമ്പിലുമുള്ള ക്യാപിറ്റലിസം ഇതൊന്നുമല്ല, ഇതാണ്, ഈ സാധനമാണ്. അതായത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനെ ഇങ്ങനെ ഒരു വണ്ടിയാണെങ്കിൽ അതിൽ നിറയ്ക്കുന്ന ഇന്ധനമാണ് ഈ കടം. അപ്പോൾ ഈ കടത്തിലാണ് ഇങ്ങനെ നമ്മൾ നീങ്ങുന്നത് തന്നെ, സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെ കടത്തിലാണ്. പക്ഷേ കടം എടുക്കുന്നതൊന്നും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ തിരിച്ചടയ്ക്കാനുള്ള വരുമാനം ഇല്ലാത്തൊരു സമൂഹത്തിൽ ഇത്രയധികം കടബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യരെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു തരം പ്രത്യേക മനസ്ഥിതി ഉണ്ടാക്കും എന്നൊരു വാദം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് ഈ ഡെറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഉപവിഭാഗം തന്നെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഡെറ്റ് സബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ഈ കടത്തിൻ്റെ ഒരു വിഷയത്വത്തെ പറ്റിയൊക്കെ ധാരാളം പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സെൽഫിനെ മുഴുവൻ ഈ ആസിഡ് പോലെയാണ്. അപ്പം നമ്മുടെ ഒരു സ്വത്വബോധമില്ലേ, സെൽഫ്, ആ സ്വത്വത്തെ തന്നെ ഈ ശരിക്കും അതിൽ ഒരു അമ്ല രസം വീഴുന്ന പോലെയാണ്. ആ സ്വത്വത്തിനെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. കാരണം ഇതെല്ലാം വ്യക്തിയുടെ ഉത്തരവാദിത്വമായിട്ടാണല്ലോ ചിത്രീകരിക്കപ്പെടുന്നത്. ഇതൊരു മോറൽ സംഗതി. അത് കടം എടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ ഫെയിലിംഗ് ആയിട്ടാണ്. അത് സമൂഹം അത് എന്താ പറയുക, ക്യാപിറ്റലിസ്റ്റ് പൂർവ്വകാലത്ത് വെസ്റ്റേൺ രാജ്യങ്ങളിലും ഉള്ള ഒരു തരം അത് മുതലുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഫെയിലിംഗ് കൊണ്ടാണ് നിങ്ങൾ കട തീർത്തിട്ടില്ലെങ്കിൽ യു ആർ നോ ഗുഡ്, നിങ്ങളൊന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ആ തോന്നൽ നിങ്ങളുടെ ഉള്ളിനെ ഭയങ്കരമായിട്ട് കരണ്ട് ഇല്ലാതാക്കും. അത് ചെന്നെത്തിക്കുന്നതെന്ന് വെച്ചാൽ വലിയ മാനസികമായ ഇടർച്ചയിലാണ്. അതായത് ഡിപ്രസ്ഡാണ് ഒരുപാട് പേര്. ഡിപ്രഷൻ, ആത്മഹത്യാവാസന എല്ലാം ഉണ്ടാക്കും ഇത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഡെസ്പറേഷൻ നമുക്ക് കാണാം ശരിക്കും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഐ ബീൻ ട്രൈങ് ടു സേ ദിസ്. കാരണം ഇതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതും അന്നത്തെ ഫീൽഡ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഇങ്ങനെ പിറ്റേന്നും തലേന്ന് പോകാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീ അല്ലെന്ന് ഒരാൾ പറഞ്ഞാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, അവരൊരു ആവേശത്തിൻ്റെ അതങ്ങ് പറഞ്ഞതാണെന്ന് വെക്കാം. പക്ഷെ ഇത് ഒന്നിലധികം 6-7 പേരെന്നോട് പറഞ്ഞു ഇത് പല വാക്കുകളിൽ. പക്ഷെ തിരിച്ചു വെട്ടിപ്പോകാൻ പറ്റില്ല. ഇങ്ങനെ തിരിച്ചു വെട്ടിപ്പോയാൽ കടക്കാരവിടെ ഉണ്ടാവും, ബാങ്കുകാർ വരും, അവരെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഒന്നും ഇല്ലാണ്ടാവും. അപ്പം മരിക്കുക തന്നെ വഴിയുള്ളൂ, ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടെ കിടന്ന് സമരം ചെയ്ത് മരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേർക്ക്, നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പേർക്കെങ്കിലും ചിലപ്പോൾ സർക്കാർ കനിഞ്ഞെന്തെങ്കിലും കൊടുത്തു എന്നിരിക്കും. ഈ 2 ഓപ്ഷനേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ക്ലാസിക് ഡെറ്റ് സബ്ജക്റ്റിവിറ്റിയാണ്. അതായത് നമുക്കിനി വേറെ വഴിയില്ല, വേറെ മാർഗമില്ല, ദിസ് ഈസ് ദി എൻഡ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ പറഞ്ഞാണെങ്കിൽ പോട്ടെ എന്ന് വെക്കേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കാതെ പോകുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ വന്നെന്ന് പറയുമ്പോൾ ഹൗക്കം. അതാണ് പലരും ഇപ്പം കടം തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് രണ്ട് പേര് മുന്നോട്ട് വന്നതിൽ ചുമ്മാതല്ല. കാരണം ഇതിൻ്റെ ഡെസ്പറേഷൻ മനസ്സിലാവുകയാണെങ്കിൽ, അതും പലരുടെയും വീട്ടിൽ ഈ പറഞ്ഞ പോലെ നടക്കാൻ വയ്യാത്ത പേരൻസ്, കിടപ്പിലായിപ്പോയ ഭർത്താക്കന്മാർ, ഇവരുടെയൊക്കെ വീട് പോയി ഇവരെവിടെ പോകും? ഐക്യമല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അതാണ് ഈ ഒരു എന്താ പറയുക, ഈ സമരത്തിനെ പെട്ടെന്ന് ഒത്തുതീർക്കണം കാര്യമായിട്ട്. അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ, അതായത് ഈ 62 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് 5 ലക്ഷം രൂപ ബെനിഫിറ്റ് കൊടുക്കും. അത് കൊടുക്കാൻ പറ്റും ഗവൺമെൻറ്റിന്. അതെങ്കിലും കൊടുത്തിട്ട് ഈ സമരം ഒത്തുതീർപ്പാക്കണം. ചുമ്മാ SUCI എന്നൊക്കെ പറഞ്ഞ് ഈഗോ എന്നും പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമേ ഇല്ല. SUCIക്ക് എന്തോ നിങ്ങൾ പറഞ്ഞ ശരിയാ, ഈർക്കിലി തന്നെ കിടന്നോട്ടെ. അവർ ഈർക്കിലിയാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ് ഈർക്കിലി ഡിസ്ക്രിപ്ഷൻ. ബട്ട് പോയിന്റ് ഈസ് അതല്ല, നിങ്ങൾ ഈ ഈർക്കിലിയല്ല, നിങ്ങൾ ശരിയാ വലിയ വടവൃക്ഷമായിരിക്കും. അപ്പോൾ വടവൃക്ഷം ഈ ഈർക്കിലിയെ പറ്റി ഈർക്കിലി അവിടെ നിന്ന് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് വടവൃക്ഷത്തിന് അഭിമാനം അങ്ങ് കെട്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തോന്ന് വടവൃക്ഷം, കഷ്ടമല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു തരം ദുരഭിമാനമൊന്നും വെച്ചോണ്ടിരിക്കാതെ
കൊടുക്കാവുന്നത് കൊടുക്കുക. മാത്രമല്ല ഈ പറഞ്ഞ സ്ത്രീകൾ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. നിങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ ഒരു പീക്കിൽ 30,000-ന് മുകളിലോളം ജസ്റ്റ് മോളി വരെ ആശാവർക്കർമാരുണ്ടായിരുന്നു. അപ്പോൾ CPM-ൻ്റെ അകത്തെ ഒരു ഈ ക്ലാസ് ഡിഫറൻഷിയേഷനാണ് ഈ കാണിക്കുന്നത്. കാരണം അന്ന് ഈ 30,000-ന് മുകളിലുണ്ടായിരുന്നവരിൽ ഒരുപാട് പേര്, കുറേ പേരൊക്കെ ഇത് ഈ പറയുന്ന പോലെ ജോലിയായിട്ട് മാറുന്നില്ല എന്നും ഇത് ഈ ജോലി കൂടുതൽ ഇങ്ങനെ ഓരോ വർഷവും ഇത് ചെയ്യേണ്ട ജോലികളുടെ അളവ് കൂടിക്കൂടി വരുന്നത് കണ്ട് വിട്ടുപോയ കുറേ പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ 30,000-ന് താഴോട്ടേ വന്നിട്ടുള്ളൂ നമ്പർ. അപ്പോൾ പുതിയ ആശാമാർ വിട്ടുപോയ പഴയ ആശാമാരെ തന്നെ കൊണ്ട് അവരുടെ ജോലിയും കൂടെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പുതിയ ആശാമാരെ എടുത്തുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല ഇതിൽ. അപ്പോൾ എന്താ ഈ കാണിക്കുന്നത്? ഇതിൻ്റെ അകത്തെ ഈ പാർട്ടിക്കകത്തെ ഏറ്റവും അതിദരിദ്രരായിട്ടുള്ള പാവങ്ങൾ, ഒന്നെങ്കിൽ പാവങ്ങൾ അല്ലെങ്കിൽ തീരെ പാവങ്ങളായിട്ടുള്ള കുടുംബങ്ങളിൽ പാർട്ടി അനുഭാവികളായിട്ടുള്ള കുടുംബങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പിന്നെ അവരിപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിൽ പോയി, എന്തുകൊണ്ട് BJP പോയി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട, പാർട്ടിക്കാരാണ് അതിന് മറുപടി പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ അതിദരിദ്രരായ പാവങ്ങൾ പോലും ഈ പ്രസ്ഥാനം വിട്ടുപോകുന്നത്? 100% വിയോജിപ്പാണെങ്കിൽ പോലും ഈ പറയുന്നവരുടെ വേദനയും ഈ പറയുന്നവരുടെ ഇല്ലായ്മയും ഒക്കെ തിരിച്ചറിയാനും സമാധാനത്തിൻ്റെ ഭാഷയിൽ അവരോട് സംസാരിക്കാനും ഒരു എമ്പതി എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനും ഒക്കെ അറിയുന്ന നേതാക്കൾ CPM-ൽ ഉണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരെ ആരെങ്കിലും പറഞ്ഞു വിടണം. എന്നിട്ട് ഈ അറ്റ്ലീസ്റ്റ് ഒരു ഡിമാൻഡെങ്കിലും കൺസീഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിൻ്റെ കാര്യമാണ്. എല്ലാം കാര്യം ശരിയാണ്. ആ വരുമാനം കൂട്ടാതെ ഒന്നും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ പറയുന്നത് 100% ശരിയാണ്. നിങ്ങൾ വരുമാനം കൂട്ടിക്കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റയുടെ ക്വാളിറ്റിയാണ് നശിക്കാൻ പോകുന്നത്. അല്ലാതെ ഇപ്പം ഈ സ്ത്രീകൾ ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടർ കേരളത്തിൽ, ഈ ഹെൽത്ത് സെക്ടറിൽ വലിയ വലിയ പ്രൈവറ്റ് ആശുപത്രികൾ കേരളത്തിൽ, ഇൻ്റർനാഷണൽ ചെയിൻസ് ഒക്കെ വരികയാണെങ്കിൽ ഈ സ്ത്രീകളെ അവർ പുഷ്പം പോലെ ഹയർ ചെയ്യും. കാരണം അവർക്കുള്ള അത്രയും കമ്മ്യൂണിറ്റി കണക്റ്റും അവർക്കുള്ള അത്രയും ലോക്കൽ അറിവും പരിചയവും വേറെ ആർക്കും ഇല്ല. സോ ദേ മേ ലാപ്പ് അപ്പ് ദീസ് വിമൻ. ഇപ്പം നിങ്ങളിപ്പോൾ കൊടുക്കുന്ന 7,000 അവർ നേരെ 15,000 കൊടുത്തു എന്നിരിക്കും, പലരും പോയി എന്നിരിക്കും. നഷ്ടം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാണ്, കേരള ജനതയ്ക്ക് മാത്രമേ നഷ്ടമുള്ളൂ. കാരണം ഇവർ ആരും വിചാരിക്കരുത് പരിചരണ അധ്വാനം അല്ലേ, വേറെ ജോലിയൊന്നും കിട്ടത്തില്ല. പരിചരണ അധ്വാനം മാത്രമൊന്നും അല്ല, 9 തരം ട്രെയിനിങ് കഴിഞ്ഞവരാണ്. പിന്നെ ഈ പ്രസവം പോലും എടുക്കുന്നവരാണ് കേട്ടോ. ബൈ ദ വേ, മിഡ്വൈഫ്സിനെയൊക്കെ ഇപ്പം ഹയർ ചെയ്യുന്നത് നിർത്തിയല്ലോ, മിഡ്വൈഫ്സിനെ എടുക്കുന്നത് നിർത്തി. അതിന് വരെ ഇവരെയാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഡ്വൈഫറി അടക്കം പ്രാക്ടീസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് ഇവർ. ആൻഡ് ഈ പറഞ്ഞ പോലെ 2007 മുതൽ ഈ അവരവരുടെ ഏരിയ ലോക്കൽ ലെവലിൽ അടിത്തട്ടിൽ ശരിക്കും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവർക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കത്തില്ല. നഷ്ടം ആർക്കാണ്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രം. അതായത് ലോവർ മിഡിൽ ക്ലാസ്, പുവർ, എക്സ്ട്രീംലി പുവർ, ഈ 3 വിഭാഗക്കാർക്ക് മാത്രമായിരിക്കും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. സർക്കാരിന് ലോസ് ഓഫ് ഫേസ് നല്ലതുപോലെ ഉണ്ടാവും. കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ നിങ്ങളുടെ സാമൂഹ്യ വികസന വാചകമടി ഇഷ്ടം പോലെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് നല്ലപോലെ കുഴച്ചിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേ കഴിക്കാവൂ എന്ന് ആൾക്കാർക്ക് ബോധ്യം വന്നു തുടങ്ങി.